വോട്ട് കൊള്ള രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബംഗാൾ, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറെ ചർച്ചയാകുന്നത് ഈ വോട്ട് കൊള്ള തന്നെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് വഴിമാറ്റി BJP വിജയം പിടിച്ചെടുത്തത് നമ്മൾ കണ്ടു. അന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ വോട്ട് കൊള്ള ആരോപണങ്ങൾ അതിനു മുൻപും ഉയർന്നു വന്നൊരിടമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക. 2023 വോട്ട് കൊള്ള ഉയർന്നു വന്നിടമാണ് കർണാടക. പിന്നാലെ കോൺഗ്രസ് സർക്കാർ അധികാരം പിടിച്ചു. ഇതോടെ BJP പതിയെ പിൻവലിഞ്ഞു. എന്നാൽ ഈ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ. വോട്ട് കൊള്ളയ്ക്ക് കണക്ക് പറയിക്കാതെ വിടില്ലെന്ന് പറയുന്ന സിദ്ധരാമയ്യ സർക്കാർ BJPക്ക് വച്ചിരിക്കുന്നത് 8ന്റെ പണിയാണ്. ഈ നീക്കങ്ങൾ കർണാടക സർക്കാരിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. 2022 ഏറെ വിവാദം സൃഷ്ടിച്ച വോട്ടർ സർവേയുമായി ബന്ധപ്പെട്ട കേസ് പൊടിതട്ടിയെടുത്ത് BJPക്ക് കുരുക്കിടാനാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ BJP ഭരണകാലത്ത് വോട്ടർമാരുടെ വ്യക്തിവിവരങ്ങൾ സ്വകാര്യ ഏജൻസി നിയമവിരുദ്ധമായി ശേഖരിച്ചെന്ന കേസിൽ പുനരന്വേഷണം നടത്താനാണ് നീക്കം നടക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗളൂരു മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിൽ വോട്ടർ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനായി ചിലുമൈ എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പദ്ധതിയുടെ ഭാഗമായാണ് ഇവർക്ക് അനുമതി നൽകിയത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീടുകളിലെത്തിയ ചിലുമൈ ട്രസ്റ്റ് പ്രവർത്തകർ വോട്ടർമാരുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, രാഷ്ട്രീയ ചായ്വ് തുടങ്ങിയ അതീവ രഹസ്യമായ വിവരങ്ങൾ ഡിജിറ്റൽ സമീക്ഷ എന്ന സ്വകാര്യ ആപ്പ് വഴി ശേഖരിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് BJPക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആദ്യ അന്വേഷണത്തിൽ തന്നെ അത് തെളിഞ്ഞതുമാണ്. ബംഗളൂരു സൗത്ത്, മഹാദേവപുര തുടങ്ങിയ മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും പുതിയ വോട്ടർമാരെ തിരികെ കയറ്റാനും ഈ വിവരങ്ങൾ ഉപയോഗിച്ചതായി അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഈ വിവാദം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. പിന്നാലെ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ഈ കള്ളക്കളിക്ക് BJP കണക്ക് പറയേണ്ടി വരികയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. 2022 നവംബറിൽ ഹൽസൂർ ഗേറ്റ്, കടുകോടി പോലീസ് സ്റ്റേഷനുകളിലായി 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ BBMP ഉദ്യോഗസ്ഥരും ചിലുമൈ ട്രസ്റ്റ് ഭാരവാഹികളും ഉൾപ്പെടെ പലരും അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ 2022 ഡിസംബർ 22 കർണാടക ഹൈക്കോടതി ഈ കേസുകളിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയായിരുന്നു. കേസിൽ പ്രതികളായ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ചിലുമൈ ട്രസ്റ്റ് ഭാരവാഹികളും നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു കോടതി ഇടപെട്ടത്. ഇതോടെ കഴിഞ്ഞ 2 വർഷമായി കേസ് അനിശ്ചിതത്വത്തിലായി കിടക്കുകയായിരുന്നു. കേസിലെ നിയമ തടസ്സങ്ങൾ നീക്കി അന്വേഷണം പുനരാരംഭിക്കാനാണ് സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മുൻ അഡ്വക്കേറ്റ് ജനറൽ പ്രൊഫസർ രവിവർമ്മകുമാറിനെ സ്പെഷ്യൽ കൗൺസിലായി സർക്കാർ നിയമിച്ചിട്ടുമുണ്ട്. ഹൈക്കോടതിയിലെ സ്റ്റേ നീക്കം ചെയ്യുന്നതിനായി സർക്കാർ ശക്തമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും അറിയിച്ചു. വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ചതും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതും അതീവ ഗൗരവകരമായ കാര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിക്കും. ഫെബ്രുവരി 4 കേസ് പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുമുണ്ട്. ചിലുമൈ ട്രസ്റ്റിന് BJP നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അന്നത്തെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ ഓഫീസിന് ഇതിൽ പങ്കുണ്ടെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് തെളിഞ്ഞാൽ മുൻ BJP മുഖ്യമന്ത്രിയെ അടക്കം അറസ്റ്റ് ചെയ്യുവാനുള്ള അവസരമാണ് ആഭ്യന്തര വകുപ്പിന് കൈവന്നിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് EDയെ ഉപയോഗിച്ച് DK ശിവകുമാറിനെ അന്നത്തെ BJP സർക്കാർ അകത്താക്കിയിരുന്നു. അന്ന് തൻ്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ച് BJP നേതാക്കളെ ഒന്നാകെ അകത്താക്കാനുള്ള അവസരമായി DK ഇതിനെ മാറ്റുമോ എന്നും കണ്ടറിയേണ്ട കാര്യമാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കും പിന്നാലെ ഈ കേസ് വീണ്ടും ചർച്ചയാകുന്നത് BJPയെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്.